അപ്പൊ സാത്വികമായിട്ടുള്ള പന്ഥാവിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാത്വികമായ വാക്കുകള്, സാത്വികമായ പെരുമാറ്റം, സാത്വികമായ ഭക്ഷണം, സാത്വികമായ ചുറ്റുപാടുകള്, സാത്വികമായ വീക്ഷണം, ഇതെല്ലാം വേണം. അയാളിൽ സ്വതസിദ്ധമായിട്ട് രാജസികമോ താമസികമോ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് മാറ്റി സാത്വികത്തിലേക്ക് വരാനാണ് അയാൾ ആത്മീയതയുടെ പന്ഥാവിലൂടെ പുരാണങ്ങൾ കേൾക്കുക, ഇതിഹാസങ്ങൾ കേൾക്കുക, വേദമന്ത്രങ്ങൾ ആലപിക്കുക, ഉപനിഷത്തുക്കൾ കേൾക്കുക, ഇതെല്ലാം ചെയ്യുന്നത് രാജസികവും താമസികവുമായിട്ടുള്ള ഗുണദോഷങ്ങളിൽ നിന്ന് സാത്വികത്തിലേക്ക് പ്രയാണം ചെയ്യാനാണ്. ഇനി വേറെ ചിലരുണ്ട്. ഇപ്പോ ക്ഷത്രിയര്, ശ്രീരാമൻ ക്ഷത്രിയനാണ്, ഭരതൻ ലക്ഷ്മണനൊക്കെ ക്ഷത്രിയരാണ്, ഒരു യോദ്ധാക്കളാണ്, ചോര കാണുമ്പോൾ ഭയപ്പെടാതിരിക്കേണ്ടവരാണ്, യുദ്ധം ചെയ്യേണ്ടവരാണ്. അവർക്ക് സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് രാജസീക വീര്യം തരുന്ന ഭക്ഷണം വേണം, രാജസീക വീര്യം തരുന്ന വീക്ഷണം വേണം, രാജസീക വീര്യം തരുന്ന പാഠങ്ങൾ അവർ പഠിക്കണം, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം, അങ്ങനെയുള്ളത് കേൾക്കണം, അങ്ങനെയുള്ളത് കാണണം, അങ്ങനെയുള്ളത് ചർച്ച ചെയ്യണം, അങ്ങനെയുള്ളത് ചിന്തിക്കണം. ആ രാജസീക വീര്യം അതിൽ പവർഫുള്ളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വരും, നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെ എല്ലാം വരും. അപ്പോ ഒരു പട്ടാളക്കാരൻ ഇഡ്ഡലിയും സാമ്പാറും തിന്നിട്ട് ജീവിക്കാവെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഭാരതമാണ്, അഹിംസയാണ്, ബീഫ് പാടില്ല, പോർക്ക് പാടില്ല, കീപ്പ് പാടില്ല എന്നും പറഞ്ഞിട്ട് പട്ടാളക്കാർക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. അപ്പൊ അവർക്ക് നോൺ വെജിറ്റേറിയൻ വേണം, അവർക്ക് ഫിഷ് വേണം, അവർക്ക് ചിക്കൻ വേണം, അവർക്ക് മട്ടൺ വേണം, ചിലപ്പോൾ അവർക്ക് ബീഫ് വേണ്ടി വരും, ചിലപ്പോൾ പോർക്ക് വേണ്ടി വരും, ചിലപ്പോൾ ബഫല്ലോ വേണ്ടി. ഇതൊക്കെ അവൈലബിൾ എന്താണോ അതനുസരിച്ചിട്ട് ഹിമാലയത്തിന്റെ മുകളിലും കാശ്മീരിലും ഒക്കെ ഇരിക്കുന്ന പട്ടാളക്കാർക്ക് ഏതാണ്ട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ -40, -50 ഡിഗ്രിയാണ്. എനിക്കറിയാം, ഞാൻ കാനഡയിൽ ആർട്ടിക് ഓഷ്യനിലുണ്ടായിരുന്നു ഒരു വർഷം, -70 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. എനിക്ക് സർവൈവ് ചെയ്യാൻ കഷ്ടിച്ച് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് മുഴുവനും ഹോട്ട് അന്തരീക്ഷമാണ്. യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് സയന്റിസ്റ്റ് ആയത് കാരണം മുറിയിലും ഹോട്ടാണ്, വഴിയിലും പോകുന്ന വഴിയിലൊക്കെ നമുക്ക് സൗകര്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, വെജിറ്റേറിയൻ മതി. എങ്കിൽ പോലും ശരീരമൊക്കെ കണ്ടമാനം ചുളുങ്ങി, ആ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് കൊണ്ട് ചുളുങ്ങുമ്പോൾ എഗ്ഗ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, മിനിമം എഗ്ഗെങ്കിലും കഴിക്കണം. അപ്പൊ പൂണൂലിട്ടിട്ടുണ്ട്, വീതം പഠിച്ചിട്ടുണ്ട്, വീതം പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാതിരിക്കാൻ സാധിക്കില്ല, ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലെങ്കിൽ ചത്തുപോകും. അപ്പോ ഞാനിത് പറഞ്ഞത് രാജസീകമായിട്ടുള്ള പ്രൊഫഷനിലുള്ളവര് രാജസീകമായിട്ടുള്ള ഭക്ഷണം, രാജസീകമായ ചിന്തകൾ, രാജസീകമായ വാക്കുകൾ, രാജസീകമായ രീതികളുണ്ട്. ഇനി താമസികമായിട്ടുള്ള പ്രൊഫഷനിൽ ഉള്ളവരുണ്ട്, ജീവിത ശൈലി താമസികമായിട്ടുള്ളവരുണ്ട്. അപ്പൊ പിന്നെ അവര് വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം അത് കഴിച്ചാൽ അവർക്ക് ആ ജോലിക്ക് അത് മതിയാവില്ല. അവരുടെ വീക്ഷണം വേറെ ആയിരിക്കണം. അങ്ങനെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ജോലിക്കും അവരുടെ ജീവിത ശൈലിക്കും അത് വേണം. ഒരു ആട് അല്ലെങ്കിൽ പട്ടി റോട്ടില് ബസ്സിടിച്ച് അതിങ്ങനെ ചീഞ്ഞളിഞ്ഞിരിക്കാന്ന് വിചാരിക്കാം, അത് സാധാരണക്കാരത് എടുക്കാൻ പോവില്ല. പക്ഷെ ഇത് എടുക്കുന്ന സ്കാവഞ്ചേഴ്സ് ഉണ്ട്, അവർക്കതൊരു വലിയ പ്രശ്നമല്ല. അല്പം മദ്യപിച്ച് ഇതൊന്നും വലിയ പ്രോബ്ലം ഇല്ലാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വരുന്നവർ, ടോയ്ലറ്റ് വിറ്റ് ക്ലീൻ ചെയ്യാൻ വരുന്നവർ നോക്കാം. സാധാരണക്കാർ ചിലപ്പോൾ പോയിന്ന് വരില്ല. ഞാൻ അവരുടെ പ്രൊഫഷനെ താഴ്ത്തി പറയല്ല. അവർ കുറേയധികം മദ്യമൊക്കെ കഴിച്ച് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവരുടെ മനസ്സിനെയും ചിന്തകളെയും എല്ലാം മാറ്റാനായിട്ട് അവിടെ താമസികമായിട്ടുള്ള ഭക്ഷണം വേണം, താമസികമായിട്ടുള്ള ജീവിത ശൈലിയാണ്, താമസികമായിട്ടുള്ള വീക്ഷണമാണ് പലപ്പോഴും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ഈ സാത്വികമായിട്ടുള്ളത് നല്ല നല്ല പായസം സാത്വികമാണ്, നല്ല നല്ല ഭക്ഷണങ്ങൾ സാത്വികമാണ്, അവിയൽ, ഓലൻ, എലിശ്ശേരി, പുളിഞ്ചി, ഇതൊക്കെ സാത്വികമാണ്. രാജസികം എന്ന് പറയുമ്പോൾ എരിവങ്ങ് കയറും നല്ല രീതിയിൽ. രാജസികമായിട്ടുള്ള കുരുമുളക് കൂടുതലായിരിക്കും, സ്പൈസസ് കൂടുതലായിരിക്കും, ചുവന്ന മുളക് കൂടുതലായിരിക്കും. ഇതറിയാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറയാണ്. താമസികം നോക്കുക. പലപ്പോഴും ഞാൻ തോഷിബാനന്ദ് കമ്പനിയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്ത് പറയാറുണ്ട്, ഒരു വലിയ മുറിയിൽ ഒരു ജപ്പാൻകാരൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മറ്റുള്ളവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാളുടെ ബോക്സ് തുറക്കുമ്പോൾ എല്ലാവരും ഛർദ്ദിക്കും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകും. കാരണം അത് ശരിക്കും ചീഞ്ഞളിഞ്ഞാൽ. അതുകൊണ്ട് ജപ്പാൻകാർ താമസികമായിട്ടുള്ള സ്വഭാവമുള്ളവരാണെന്ന് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട്
അതുകൊണ്ട് ശരിക്ക് ആൻഡമാൻ നിക്കോബാറിൽ ജപ്പാൻകാർ ഇന്ത്യക്കെതിരെ ചെയ്തു കൂട്ടിയ ക്രൂരത അത് ചെയ്യാൻ അവർക്ക് ഒരു വിഷമമില്ല. ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ഏജന്റാണെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്തതാണ്. എന്നാലും അനുഭവിക്കേണ്ടി വന്ന ഇന്ത്യക്കാരാണ്. വിരലൊക്കെ പിഴുതെടുക്കുക, നഖം പിഴുതെടുക്കുക, ബാക്കിയുള്ളതൊന്നും വിവരിക്കാതിരിക്കാൻ നല്ലത്. ഈ താമസികമായിട്ടുള്ള ഭക്ഷണം അത് കഴിക്കുന്നവർ ധാരാളം ഉണ്ട്. നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജീവനുള്ള മത്സ്യം ഇങ്ങനെ വെച്ചിട്ട് അതിന് ജീവൻ പോകാതെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടുന്ന് മുറിച്ച് വിറ്റുകൊണ്ടേയിരിക്കും. പന്നികളുടെ ഇപ്പുറത്ത് എയർ കൊടുത്തുകൊണ്ടേയിരിക്കും. ജീവൻ നിലനിർത്തിക്കൊണ്ട് ഓരോ പീസ് കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പട്ടിയെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ടേബിളിൻ്റെ നടുക്ക് വെക്കും. ജീവനുള്ള പട്ടിയാണ്. കഴുത്തിൽ കുരുക്കിട്ട് വെക്കും. പുറകിൽ നിന്ന് ഒരു ഗ്യാസ് ബർണറിൽ കുറേശ്ശെ അതിനെ ചുട്ടെടുക്കും. ജീവനുണ്ട്. തല എത്തുന്നത് വരെ അതിന് ജീവനുണ്ട്. എന്നിട്ട് ഈ വെന്ത ഭാഗം മാത്രം അവരുടെ ഫോർസെപ്സ് ഉപയോഗിച്ചിട്ട് ഓരോ പീസായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ. ഒരു പട്ടിക്കൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ $5000 $6000 $7000 വരിക. ഇതിൻ്റെ കഴുത്തിൽ കുരുക്കിട്ടതോട് ഇതിന് തിരിയാൻ പറ്റില്ല. ഇവിടെ നിന്ന് ബേൺ ചെയ്ത് ഇങ്ങോട്ട് അങ്ങനെ കാണാം. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചത്തേ പോകും അവിടെ. ഇത്രപ്പോൾ ആ താമസികമായിട്ടുള്ള ഭക്ഷണം, താമസിക സ്വഭാവം, താമസികമായിട്ടുള്ള വീക്ഷണം, വാക്കുകൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് നല്ലവരൊക്കെ സത്വഗുണമുള്ളവർ അല്ലെങ്കിൽ ചീത്തവരൊക്കെ തമോ ഗുണമുള്ളവരെങ്കിൽ കഴിയുന്നതും അങ്ങനെയുള്ള പ്രൊഫഷൻ അനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടത്. അങ്ങനെയുള്ള വീക്ഷണം, അങ്ങനെയുള്ള രീതി, അങ്ങനെയുള്ള മാർഗം, അങ്ങനെയുള്ള സുഹൃത്ത് വലയങ്ങൾ. ഇപ്പം സത്വഗുണം സാത്വികമായിട്ടുള്ള ജീവിതശൈലിയുള്ളവർക്ക്, രജോഗുണം വെല്ലുവിളികളും എതിർപ്പുകളും യുദ്ധവും ചോരയും എല്ലാം കണ്ടുകൊണ്ട് പോകേണ്ടവർ, വളരെ മോശവും നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, അതാണ് അവരുടെ പ്രൊഫഷനെങ്കിൽ അവരുടെ ഭക്ഷണം, അവരുടെ വീക്ഷണം, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ രീതികളൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം സത്വരജസ് തമോ ഗുണം എന്ന വരികൾ നല്ലോണം മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും പലരും ചോദിക്കുന്ന ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിക്കാറുണ്ടോ? ക്ഷത്രിയനായ രാമൻ യുദ്ധം ചെയ്യാനാണ്. അതനുസരിച്ചിട്ട് വീരശൂര ഓരോരുത്തർ കൊല്ലുമ്പോഴും അവർ വീഴുമ്പോഴും കൂട്ടത്തിലുള്ളവരൊക്കെ ചിലപ്പോൾ മരിക്കുമ്പോഴുമൊക്കെ കിടന്ന് കരയാനൊന്നും അവിടെ നേരെയില്ല. ഭയങ്കര ചലഞ്ചിങ്, വെല്ലുവിളിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് അതൊക്കെ വേണം. ഇന്നും വേണം, അന്നും വേണം, എന്നും വേണം. അതുകൊണ്ട് എല്ലാവർക്കും വേണമെന്നല്ല. പിന്നെ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ ബ്രാഹ്മിൻസ് അമ്പലത്തിൽ പൂജിക്കുന്നവർ ഗംഗാപുഷ്പം എന്ന് പറഞ്ഞിട്ട് മത്സ്യം കഴിക്കാറുണ്ട്. അതെല്ലാവരും കഴിക്കാറുണ്ട്. ബ്രാഹ്മിൻസ് എല്ലാവരും കഴിക്കാറുണ്ട്. പൂണൂലിട്ടവരൊക്കെ കഴിക്കാറുണ്ട്. അതൊന്നും ഒരു സബ്ജക്റ്റ് ഓഫ് ഡിസ്കഷൻ അല്ല. കാരണം ജീവിത ശൈലിയിൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊന്നും പറയുന്നത് ഒരു പ്രശ്നമല്ല. നിങ്ങൾ കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, കഴിക്കണമെങ്കിൽ കഴിക്കണ്ട. ശ്രീരാമൻ കഴിച്ചതുകൊണ്ട് ഞാനും കഴിക്കുകയാണ്. ശ്രീരാമൻ കഴിച്ചാലും കഴിച്ചോളൂ, ശ്രീരാമൻ കഴിച്ചില്ലെങ്കിലും കഴിച്ചോളൂ. ഒക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെയാണ് ഒരു ഇഷ്യൂ ആവുന്നത്? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കിടന്ന് കറങ്ങുന്നതിന് പകരം ഉയരണം. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അദ്വൈതം, ദ്വൈതം, അതുപോലെ തന്നെ വൈശേഷികം, സാങ്ക്യം, യോഗം, ഇങ്ങനെയുള്ള ടോപ്പ് സബ്ജക്റ്റുകളുണ്ട്. അവിടേക്കാണ് ജീവിതത്തിൽ പ്രയാണം ചെയ്യേണ്ടത്, ചെറിയ ചെറിയ ട്രാഷുകളിലല്ല. പ്രണാമം, നമസ്കാരം.